എന്താ ഇവിടെ ഒരു ആൾക്കൂട്ടവും ബഹളവും കരച്ചിലൊക്കെ? ആരോ മരിച്ചെന്ന് തോന്നണ്ട. ആരോ മരിച്ചോ? അതല്ല, ആരാണ്ട് മരിച്ചെന്ന്. ആഹാ മുത്തു, എന്തായാലും ഒരു പണിയില്ലല്ലോ. 7ാം പൊക്ക അടിയന്തരവും ഉണ്ട്. നമുക്ക് സന്തോഷമായിട്ട് തിരിച്ചു പോരാ. എന്തായാലും കാര്യം ഒന്ന് കേറി നോക്കാം. വാ. നമസ്കാരം. ചേട്ടാ ചേട്ടാ എപ്പോഴായിരുന്നു? ഇന്നലെ ഉച്ചക്ക്. എത്ര വയസ്സുണ്ടായിരുന്നു? 23. പഠിക്കായിരുന്നു? അയ്യോ ആരില്ലേ, എഞ്ചിനീയറിംഗിന് ആരില്ലേ? അയ്യോ പയ്യന്റെ ആരാ? ചെക്കന്റെ ആരാണ്? ഞാനവന്റെ കൊച്ചച്ഛനാ. അയ്യോ, ഇപ്പൊ കൊണ്ടുവരൂന്നാ പറഞ്ഞേ. അയ്യോ, എന്താണ് തല്ലണ? അയ്യോ എന്റെ മോൻ പോയേ. അയ്യോ, അയ്യോ എന്റെ മോനെ. എല്ലാവരുടെയും മുഖത്ത് തേങ്ങലും മുറ്റത്ത് തേങ്ങ. എനിക്ക് തോന്നുന്നു തെങ്ങ് വീണ് മരിച്ചാന്ന് തോന്നുന്നു. തെങ്ങ് ചതിക്കില്ല പറയാൻ പറ്റത്തില്ല, ചില സമയത്ത് തെങ്ങും ചതിക്കും. ഈയിടെയായിട്ട് അവരും ചതി തുടങ്ങിയിട്ടുണ്ട്. എന്തൊരു സൗണ്ട് ഒച്ചയാണുള്ളത്. വാ. പയ്യന്റെ ആരാ? അമ്മാവനാ. അമ്മാവന് വിശക്കണ്ട? ദുഃഖം കടിച്ചമർത്തിയ സമാധാനിപ്പിച്ചാന്ന്. സമാധാനിപ്പിക്കണേ. ശരിക്കും എന്താ സംഭവിച്ചത്? 10 മണിയായപ്പോ ഞങ്ങളെല്ലാരും ഉണ്ടായിരുന്നു കൂടെ. 10 മണിയായപ്പോ പറഞ്ഞ അമ്മാവ തൊണ്ട വരല് ചൂടുവെള്ളം വേണമെന്ന്. പിന്നെ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കായിരുന്നു, ഒന്നും വരുത്തല്ലേ എന്ന്. പിന്നെ കേൾക്കണത് പോയി. എന്റെ മോൻ നീ എന്തിനാ മോങ്ങണത്? അമ്മാവന്റെ എല്ലാ കഴിവുള്ള മോനായിരുന്നേ. എഞ്ചിനീയർ ആകേണ്ടവനാ ഇപ്പൊ കൊണ്ടുവന്ന. ചേട്ടാ ഒരു മിനിറ്റ്, ബോഡി കാണാനില്ല. ബോഡിയാ? 23 വയസ്സുള്ള മരിച്ച എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ്. മരിച്ച എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റാ? അവന്റെ ബോഡി എവിടെ? ബോഡി? എന്ത് ബോഡി? ഡെഡ് ബോഡി. ആര് മരിച്ചെന്നാണ് പറയുന്നത്? ചേട്ടന്റെ ആഗോള മോൻ മരിച്ചില്ലേ? എന്റെ മോൻ മരിച്ച കൊല്ലില്ല. എടാ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആയി ഞങ്ങളുടെ മോനാണ് ഈ നിൽക്കുന്നത്. അപ്പൊ ഇയാള് മരിച്ചില്ലായിരുന്നോ? പിന്നെന്തിനാ നിങ്ങളെല്ലാവരും മരിച്ച വീട്ടിൽ കരയണ പോലെ കരഞ്ഞത്? എടാ എന്റെ പുള്ള ഇന്നലെ റിയാലിറ്റി ഷോയിൽ പാട്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ പോയതാണ്. എലിമിനേഷൻ റൗണ്ടിൽ അവര് പിടിച്ച് പുറത്താക്കിയെന്ന്. അതിന്റെ സങ്കടമാണ് ഞങ്ങൾക്ക്.